സ്റ്റുഡൻസ്, എജ്യുപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ 10th ഇംഗ്ലീഷിൽ ചാപ്റ്റർ 8 ആണ് ഡിസ്കസ് ചെയ്യുന്നത്, എ ബർത്ത്ഡേ ലെറ്റർ. അപ്പം ഈ ഒരു ബർത്ത്ഡേ ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈനി എന്ന് പറഞ്ഞിട്ടുള്ള ജയിലിൽ നിന്ന് വെച്ച് ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരയ്ക്ക് എഴുതിയിട്ടുള്ളൊരു കത്താണ്, ലെറ്ററാണിത്, അവളുടെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട്. ഓക്കെ, നെഹ്റു തൻ്റെ മകളെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കത്ത് എഴുതിയിട്ടുള്ളത്. ധൈര്യം, സത്യസന്ധത, വിശ്വാസ്യത, അഹിംസ എന്നിവയെക്കുറിച്ചൊക്കെ ഒരു സാരമായിട്ടുള്ള സന്ദേശം ഈ ഒരു കത്തിലൂടെ നെഹ്റു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കത്തിൽ എഴുതിയിട്ടുള്ളതെന്ന് നോക്കാം. My dear Indira, on your birthday you have been in the habit of receiving present and good wishes. ഫസ്റ്റ് എന്താണ് പറയുന്നത്? മൈ ഡിയർ ഇന്ദിര, അതായത് എൻ്റെ പ്രിയപ്പെട്ട ഇന്ദിര, ഓൺ യുവർ ബർത്ത്ഡേ, നിൻ്റെ ജന്മദിനത്തിൽ, യു ഹാവ് ബീൻ ഇൻ ദ ഹാബിറ്റ് ഓഫ് റിസീവിങ് പ്രസൻസ് ആൻഡ് ഗുഡ് വിഷസ്. നിൻ്റെ ജന്മദിനത്തിൽ നീ പതിവായി സമ്മാനങ്ങൾ, പ്രസൻസും ഗുഡ് വിഷസും, എന്താണ് പതിവായി സമ്മാനങ്ങളും ആശംസകളും സ്വീകരിച്ചിരിക്കാറുണ്ട്. റിസീവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ ആ ലൈൻ നോക്കാം. ഓൺ യുവർ ബർത്ത്ഡേ യു ഹാവ് ബീൻ ഇൻ ദ ഹാബിറ്റ് ഓഫ് റിസീവിങ് പ്രസൻസ് ആൻഡ് ഗുഡ് വിഷസ്. എന്താണ്? നിൻ്റെ ജന്മദിനത്തിൽ നീ പതിവായി സമ്മാനങ്ങളും ആശംസകളും സ്വീകരിച്ച് വെറുക്കാറുണ്ട്. Good wishes you will still have in full measure, but what present can I send you from Naini prison? My present cannot be very material or solid. അപ്പോൾ എന്താണ് നെക്സ്റ്റ് ലൈൻസിൽ പറഞ്ഞു നോക്കാം. ഗുഡ് വിഷസ് യു വിൽ സ്റ്റിൽ ഹാവ് ഇൻ ഫുൾ മെഷർ, അല്ലേ? എപ്പോൾ ആശംസകൾ, ഗുഡ് വിഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശംസകൾ നിനക്ക് ഇപ്പോഴും ലഭിക്കും. യു വിൽ സ്റ്റിൽ ഹാവ് ഇൻ ഫുൾ മെഷർ, പക്ഷേ വാട്ട് പ്രസൻറ്റ് ക്യാൻ ഐ സെൻഡ് യു ഫ്രം നൈനി പ്രിസൺ? പക്ഷേ ഞാൻ നൈനി ജയിലിൽ നിന്ന് നിനക്ക് എന്ത് സമ്മാനങ്ങളാണ് സമ്മാനിക്കാനാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് വാട്ട് പ്രസൻറ്റ് ക്യാൻ ഐ സെൻഡ് യു ഫ്രം നൈനി പ്രിസൺ? ഈ ഒരു നൈനി ജയിലിൽ നിന്ന് നിനക്ക് വേണ്ടിയിട്ട് എന്ത് സമ്മാനങ്ങളാണ് ഞാൻ കൊടുത്തയക്കുക? നെക്സ്റ്റ് ലൈൻ നോക്കാം. മൈ പ്രസൻറ്റ് കനോട്ട് ബി വെരി മെറ്റീരിയൽ ഓർ സോളിഡ്. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ ഓർ സോളിഡ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എൻ്റെ സമ്മാനങ്ങൾ, മൈ പ്രസൻറ്റ് എന്ന് വെച്ചാൽ എൻ്റെ സമ്മാനങ്ങൾ, കനോട്ട് ബി വെരി മെറ്റീരിയൽ ഓർ സോളിഡ്, എന്താണ് വസ്തുതാപരമായതോ തൊട്ടറിയാവുന്നതോ അല്ല എന്നാണ് ആ ഒരു ലൈനിൻ്റെ മീനിങ് വരുന്നത്. ദേ ക്യാൻ ബി ഓഫ് ദ മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. എന്താണത്? അവ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഭാഗങ്ങളായിരിക്കും. ദേ ക്യാൻ ബി ഓഫ് ദ മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. തിങ്സ് ദാറ്റ് ഈവൺ ഇൻ ദ ഹൈ വാൾസ് ഓഫ് പ്രിസൺ കനോട്ട് സ്റ്റോപ്പ്. അപ്പോൾ എന്താണ്? ജയിലിൻ്റെ ഉയർന്ന മതിലുകൾക്ക് പോലും ഇവ തടയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതാണ് തിങ്സ് ദാറ്റ് ഈവൺ ഇൻ ദ ഹൈ വാൾസ് ഓഫ് പ്രിസൺ കനോട്ട് സ്റ്റോപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? നെഹ്റു ജയിലിൽ ആയതിനാൽ തൻ്റെ മകൾക്ക് ഒരു സമ്മാനം കൊടുക്കാൻ, പ്രസൻറ്റ് കൊടുക്കാൻ നൽകാനാവില്ലെന്ന് ആ ഒരു അച്ഛൻ പറയുന്നതാണ്. എന്നാലും മനസ്സിൻ്റെയോ ആത്മാവിൻ്റെയോ ഒരു സമ്മാനം അവൾക്ക് നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. You know, sweetheart, how I dislike sermonizing and doling out good advice. ഇപ്പം എന്താ പറയുന്നത്? യു നോ സ്വീറ്റ് ഹാർട്ട്, പ്രിയപ്പെട്ടവളേനാണ് കേട്ടോ. യു നോ സ്വീറ്റ് ഹാർട്ട്, നിനക്കറിയാം അല്ലേ? പ്രിയപ്പെട്ടവളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീറ്റ് ഹാർട്ട്. അപ്പോൾ യു നോ സ്വീറ്റ് ഹാർട്ട്, പ്രിയപ്പെട്ടവളെ നിനക്കറിയാം. ഹൗ ഐ ഡിസ്ലൈക്ക് സെർമണൈസിങ് ആൻഡ് ഡോളിങ് ഔട്ട് ഗുഡ് അഡ്വൈസ്. എന്താണ്? ഉപദേശങ്ങൾ നൽകാനും പ്രഭാഷണം നടത്താനും എനിക്ക് താല്പര്യമില്ല എന്ന് നിനക്കറിയാം അല്ലേ? അതാണ് ഹൗ ഐ ഡിസ്ലൈക്ക്, താല്പര്യമില്ല. ഡിസ്ലൈക്ക് എന്ന്, ലൈക്ക് എന്ന് വെച്ചാൽ താല്പര്യപ്പെടുന്ന, ഡിസ്ലൈക്ക് എന്ന താല്പര്യമില്ല.
സെർമോണൈസിങ്, അതായത് പ്രസംഗം അല്ലെങ്കിൽ പ്രഭാഷണത്തിനെയാണ് സെർമോണൈസിങ് എന്ന് പറയുന്നത്. ഡോളിങ് ഔട്ട് ഗുഡ് അഡ്വൈസ് കൊടുക്കുക എന്ന് വെച്ചാൽ ഉപദേശിക്കുക. അപ്പോൾ ഇതെന്താണ് വരുന്നത് ഈ ഒരു ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു നോ സ്വീറ്റ് ഹാർട്ട് ഹൗ ഐ ഡിസ്ലൈക്ക് സെർമോണൈസിങ് ആൻഡ് ഡോളിങ് ഔട്ട് ഗുഡ് അഡ്വൈസ്. പ്രിയപ്പെട്ടവളെ, നിനക്കറിയാം ഉപദേശങ്ങൾ നൽകാനും പ്രഭാഷണം നടത്താനും എനിക്ക് താല്പര്യമില്ല എന്ന്. I have always thought that the best way to find out what is right and what is not right. അപ്പോൾ നെക്സ്റ്റ് ലൈനിൽ അദ്ദേഹം എന്താ പറയുന്നത്, I have always thought, ഓക്കെ, ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ കരുതിയിട്ടുള്ളത്, that the best way to find out what is right and what is not right, എന്താണ് ശരിയെന്നും തെറ്റെന്നും മനസ്സിലാക്കാൻ, എന്ത് ചെയ്യേണ്ടതാണെന്നും ചെയ്യരുതെന്നും മനസ്സിലാക്കാൻ, എന്താണ് what should be done and what should not be done is not by giving a sermon. നല്ല മാർഗം പ്രഭാഷണം നടത്തുന്നതല്ല എന്ന്. അപ്പോൾ ഇത്രയും ലൈൻസ് എന്താ പറയുന്നത്, that the best way to find out what is right and what is not right, എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും മനസ്സിലാക്കാനുള്ള ബെസ്റ്റ് വേ. കൂടാതെ ബാക്കിയുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വാട്ട് ഷുഡ് ബി ഡൺ ആൻഡ് വാട്ട് ഷുഡ് ബി നോട്ട് ഡൺ, എന്താണ് ചെയ്യരുതെന്നും ചെയ്യേണ്ടതാത്തതെന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറ്റ് ഈസ് നോട്ട് ബൈ ഗിവിങ് എ സെർമൺ, ഒരു പ്രഭാഷണം നടത്തുന്നതിലൂടെയല്ല, പക്ഷേ ബൈ ടോക്കിംഗ് ആൻഡ് ഡിസ്കസിങ് ആൻഡ് ഔട്ട് ഓഫ് ഡിസ്കഷൻ സംടൈംസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ട്രൂത്ത് കംസ് ഔട്ട്. അപ്പോൾ എന്താണ് പറയുന്നത്, മറിച്ച് സംസാരിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുക എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, I have liked my talks with you and we have discussed many things. ഇവിടെ നോക്കൂ, ബട്ട് ബൈ ടോക്കിംഗ് ആൻഡ് ഡിസ്കസിങ് ആൻഡ് ഔട്ട് ഓഫ് ഡിസ്കഷൻ സംടൈംസ് എ ലിറ്റിൽ ഓഫ് ട്രൂത്ത് കംസ് ഔട്ട്. അപ്പം നമ്മളിപ്പം സംസാരിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോഴെങ്കിലും ആ ഒരു സംവാദത്തിൽ നിന്ന് സത്യത്തിൻ്റെ ഒരു ചെറിയ അംശം, അതാണ് സംടൈംസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ഒരംശം പുറത്ത് വരാറുണ്ട്, കംസ് ഔട്ട്. ഓക്കെ, ഇവിടെ എന്താണ് നെഹ്റു പറയുന്നത്, നെഹ്റു ഉപദേശങ്ങൾ നൽകുന്നതിന് അത് അത്രയ്ക്ക് താല്പര്യപ്പെടുന്നില്ല, പക്ഷേ ചർച്ചകൾ വഴി വ്യക്തികൾക്ക് സ്വയം ശരി ഏതാണെന്നും തെറ്റ് ഏതാണെന്നും മനസ്സിലാക്കാമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. നെക്സ്റ്റ് ലൈൻസ് നോക്കാം. I have liked my talks with you and we have discussed many things. അല്ലേ, അപ്പോൾ I have liked my talks with you, നിന്നോടുള്ള എൻ്റെ സംഭാഷണങ്ങൾ എനിക്ക് എന്നും ഇഷ്ടമായിരുന്നു എന്നാണ് ആ ഒരു ലൈൻ പറയുന്നത്. ഐ ഹാവ് ലൈക്ക്ഡ്, താല്പര്യപ്പെടുന്നുണ്ടല്ലേ അദ്ദേഹം. മൈ ടോക്സ്, എൻ്റെ സംഭാഷണങ്ങൾ വിത്ത് യു, നിന്നോട് ചർച്ച ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് മെനി തിങ്സ്, നമ്മൾ പലപ്പോഴായിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന്. ബട്ട് ദ വേൾഡ് ഈസ് വൈഡ് ആൻഡ് ബിയോണ്ട് അവർ വേൾഡ് ലൈ അതർ വണ്ടർഫുൾ ആൻഡ് മിസ്റ്റീരിയസ് വേൾഡ്. അപ്പോൾ എന്താണ് നെക്സ്റ്റ് പറയുന്നത്, പക്ഷേ ലോകം വളരെ വലുതാണെന്ന്. ബട്ട് ദ വേൾഡ് ഈസ് വൈഡ് ആൻഡ് ബിയോണ്ട് അവർ വേൾഡ് ലൈ അതർ വണ്ടർഫുൾ ആൻഡ് മിസ്റ്റീരിയസ് വേൾഡ്. ലോകം വളരെ വലുതാണ്, നമ്മുടെ ലോകത്തിന് പുറത്തും അതിശയകരവും രഹസ്യങ്ങളാലും നിറഞ്ഞ ലോകങ്ങളുണ്ടെന്നാണ് അദ്ദേഹം ഈ ഒരു ലൈനിലൂടെ പറയുന്നത്. നൺ ഓഫ് us need ever be bored or imagine that we have learned everything worth learning and become very wise. അപ്പോൾ എന്താണ്, none of us need ever be bored, അല്ലേ, നമ്മളൊരിക്കലും അല്ലെങ്കിൽ നമ്മളിൽ ആരും ഒരിക്കലും മടുപ്പ് പ്രകടിപ്പിക്കാറില്ല എന്ന്. അച്ഛനും മകളും സംസാരിക്കുമ്പോഴും മടുപ്പ് പ്രകടിപ്പിക്കാറില്ല, അല്ലെങ്കിൽ പഠിക്കാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നോ നമ്മൾ വളരെ ബുദ്ധിമാന്മാരായി മാറിയെന്നോ ഒന്നും കരുതേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ എന്താണ് നെഹ്റു ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
നെഹ്റു പഠനത്തിനും അറിവിനും യാതൊരു പരിധിയുമില്ലെന്ന് ഇന്ദിരയ്ക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലേ. ലോകം പരിചയപ്പെടേണ്ട നിരവധി കാര്യങ്ങളിൽ വെൽത്താണ് അല്ലെങ്കിൽ റിച്ചാണ്, സമ്പന്നമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. But what am I to do then? A letter can hardly take the place of a talk. അപ്പം നെക്സ്റ്റ് എന്താ അദ്ദേഹം പറയുന്നത്? ബട്ട് വാട്ട് ആം ഐ ടു ഡു ദെൻ അല്ലേ. പക്ഷേ ഞാൻ എന്ത് ചെയ്യണം? ബട്ട് വാട്ട് ആം ഐ ടു ഡു ദെൻ? എ ലെറ്റർ ക്യാൻ ഹാർഡ്ലി ടേക്ക് ദ പ്ലേസ് ഓഫ് എ ടോക്ക്. ഒരു കത്തൊരിക്കലും ഒരു സംസാരത്തെ മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല അല്ലേ. എ ലെറ്റർ ക്യാൻ ഹാർഡ്ലി ടേക്ക് ദ പ്ലേസ് ഓഫ് എ ടോക്ക്. അറ്റ് ബെസ്റ്റ് ഇറ്റ് ഈസ് എ വൺ സൈഡഡ് അഫെയർ. എന്താണ് അദ്ദേഹം പറയുന്നത്? അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഏകപക്ഷീയമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് അറ്റ് ബെസ്റ്റ് ഇറ്റ് ഈസ് എ വൺ സൈഡഡ് അഫെയർ. ഇമാജിൻ ദാറ്റ് ഐ ഹാവ് മെയ്ഡ് എ സജഷൻ ടു യു ഫോർ യു ടു തിങ്ക് ഓവർ ആസ് ഇഫ് വി റിയലി വർ ഹാവിങ് എ ടോക്ക്. അപ്പോൾ ഈ ലൈൻ എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇമാജിൻ ദാറ്റ് ഐ ഹാവ് മെയ്ഡ് എ സജഷൻ ടു യു ഫോർ യു ടു തിങ്ക് ഓവർ. എന്താ അവിടെ പറയുന്നത്? നമ്മൾ തമ്മിൽ നേരിട്ട് സംസാരിക്കുകയാണെന്ന് കരുതി ഞാൻ നിനക്ക് ചിന്തിക്കാനൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ആസ് ഇഫ് വി റിയലി വർ ഹാവിങ് ടോക്ക്. ഒന്നുകൂടെ ആ ഒരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞു തരാം. ഇമാജിൻ ദാറ്റ് ഐ ഹാവ് മെയ്ഡ് എ സജഷൻ ടു യു ഫോർ യു ടു തിങ്ക് ഓവർ ആസ് ഇഫ് വി റിയലി വർ ഹാവിങ് എ ടോക്ക്. അതായത് നമ്മൾ തമ്മിൽ നേരിട്ട് സംസാരിക്കുകയാണെന്ന് കരുതി ഞാൻ നിനക്ക് ചിന്തിക്കാനൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് കുറച്ച് സാഹിത്യ രൂപത്തിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. 2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ആ ഒരു ലൈനിൽ എന്താ പറയുന്നത്? അതായത് നെഹ്റു പറയാണ് ഒരു കത്തിനൊരിക്കലും നമ്മൾ സംസാരിക്കുന്ന പോലെ അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് മാറാൻ പറ്റത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിലും ഈ ഒരു കത്തിലൂടെ ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നീ ചിന്തിച്ചെടുക്കണം എന്നാണ് മകളോടായിട്ട് ആ ഒരു ഭാഗത്ത് നെഹ്റു പറഞ്ഞു വെക്കുന്നത്. In history, we read of great periods in the life of nations, of great men and women. അല്ലേ? ഇൻ ഹിസ്റ്ററി അല്ലേ, ചരിത്രത്തിൽ രാജ്യങ്ങളുടെ മഹത്തായ ഘട്ടങ്ങളിൽ വി റീഡ് ഓഫ് ഗ്രേറ്റ് പീരീഡ് ഇൻ ദി ലൈഫ് ഓഫ് നേഷൻ. ലൈഫ് ഓഫ് നേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രാജ്യത്തിൻ്റെ മഹത്തായ കാലഘട്ടങ്ങളിലല്ലേ. ദർ ആർ ഗ്രേറ്റ് മെൻ ആൻഡ് വിമൻ അല്ലേ, മഹാന്മാരും മഹതികളുമായിട്ടുള്ള കാലഘട്ടങ്ങൾ, ഗ്രേറ്റ് പീരീഡ്സ് നമ്മൾ വായിച്ചിട്ടുണ്ട്. വി റീഡ് അല്ലേ, ഇൻ ഹിസ്റ്ററി വി റീഡ് ഓഫ് ഗ്രേറ്റ് പീരീഡ്സ് ഇൻ ദി ലൈഫ് ഓഫ് നേഷൻ ഓഫ് ഗ്രേറ്റ് മെൻ ആൻഡ് വിമൻ. അപ്പോൾ അതെന്താ പറയുന്നത്? ചരിത്രത്തിൽ രാജ്യങ്ങളുടെ മഹത്തായ ഘട്ടങ്ങളിൽ മഹാന്മാരും മഹതികളുമായിട്ടുള്ള കാലഘട്ടങ്ങൾ, അവർ വാണിരുന്ന ആ ഒരു കാലഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. Do you remember how fascinated you were when you first read the story of Jeanne d'Arc and how your ambition was to be something like her? അപ്പോൾ എന്താണ് അദ്ദേഹം മകളോടായിട്ട് പിന്നീട് പറഞ്ഞത്? ഡു യു റിമെമ്പർ, നീ ഓർക്കുന്നില്ലേ അല്ലേ, അല്ലെങ്കിൽ നീ ഓർക്കുന്നുണ്ടോ? ഹൗ ഫാസിനേറ്റഡ് യു വേർ വെൻ യു ഫസ്റ്റ് റീഡ് ദ സ്റ്റോറി ഓഫ് ജെന്നി ഡി അല്ലേ. അതായത് ജെൻ ഡി ആർക്കിൻ്റെ കഥ ആദ്യമായിട്ട് വായിക്കുമ്പോൾ, ഫസ്റ്റ് റീഡ് ദി സ്റ്റോറി എന്നാണ്, ആദ്യമായിട്ട് വായിക്കുമ്പോൾ നീ എത്ര ആ ഒരു കഥയിൽ ആകൃഷ്ടയായിരുന്നു. ഫാസിനേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകൃഷ്ടയാക്കുക എന്നാണ് കേട്ടോ അർത്ഥം. അപ്പം അവരുടെ ആ ഒരു ജെന്നി ഡി ആർക്കിൻ്റെ ആ ഒരു കഥ വായിക്കുമ്പോൾ നീ എത്രത്തോളം അവരിൽ ആകൃഷ്ടയായെന്ന് നീ ഓർക്കുന്നില്ലേ എന്നാണ് നെഹ്റു ചോദിക്കുന്നത്. ആൻഡ് ഹൗ യുവർ ആംബിഷൻ വാസ് ടു ബി സംതിങ് ലൈക്ക് ഹെർ അല്ലേ, അവളെപ്പോലെ ഒരാളാകണമെന്നത് നിൻ്റെ ആഗ്രഹമല്ലേ ഇന്ദിര എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു ലൈൻസിൽ നെഹ്റു ഇന്ദിരയുടെ അഭിരുചികളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു ജെന്നി ഡി ആർക്കിനെ പോലെ ഉള്ള മഹാന്മാരെ അനുകരിക്കണമെന്ന്
അവൾ ആഗ്രഹിച്ചതായിട്ട് ഒന്നും കൂടി അവളെ ഓർമ്മിപ്പിക്കപ്പെടുത്താണ് ചെയ്യുന്നത്. Ordinary men and women are not usually heroic. They think of their bread and butter, of their children, of their household worries and the like. ഓക്കെ, അപ്പോൾ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഓർഡിനറി മെൻ ആൻഡ് വിമൻ ആർ നോട്ട് യൂഷ്വലി ഹീറോയിക്. അപ്പോൾ ഇവരെന്താ, സാധാരണ മനുഷ്യരും സ്ത്രീകളും സാധാരണഗതിയിൽ വീരന്മാരാകാറില്ല അല്ലേ? ദേ തിങ്ക് ഓഫ് ദെയർ ബ്രെഡ് ആൻഡ് ബട്ടർ, ഓഫ് ദെയർ ചിൽഡ്രൻ, ഓഫ് ദെയർ ഹൗസ് ഹോൾഡ് വറീസ് ആൻഡ് ദ ലൈക്ക്. എന്താ പറയുന്നത്? അവരവരുടെ അന്നത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും കാര്യമാണ് ചിന്തിക്കാറുള്ളത്. അതാണ് ഓർഡിനറി സാധാരണ മനുഷ്യർ ഹീറോയിക്കായിട്ട് ചിന്തിക്കാറില്ല അല്ലെങ്കിൽ വീരന്മാരാകാറില്ല എന്ന് പറയുന്നത്. അവർ തിങ്ക് ഓഫ് ദെയർ ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെയർ ചിൽഡ്രൻ, അവരുടെ മക്കളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട്, വറീസിനെ കുറിച്ചിട്ടാണ് അവർ ചിന്തിക്കാറുള്ളത്. ബട്ട് എ ടൈം കംസ് when a whole people become interested in a great cause. എന്താണ്? എന്നാൽ അദ്ദേഹം പിന്നീട് പറയുന്നത് ചിലപ്പോൾ ഒരു മഹത്തായ ഉദ്ദേശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പൂർണ്ണ ജനത തന്നെ ഉണർന്നു വരാറുണ്ടെന്നാണ് അദ്ദേഹം ഈ ഒരു ലൈനിലൂടെ പറയുന്നത്. ബട്ട് എ ടൈം കംസ് when a whole people become interested in a great cause. ഒരു മഹത്തായ ഉദ്ദേശ്യത്തിന് വേണ്ടിയിട്ട്, അതാണ് ഗ്രേറ്റ് കോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. Then history helps even simple ordinary men and women to become heroes. എന്താണ് അപ്പോൾ അതാണ് then എന്ന് പറയുന്നത്. അപ്പോൾ ചരിത്രം സാധാരണ പുരുഷന്മാരെയും സ്ത്രീകളെയും വീരന്മാരാക്കാൻ സഹായിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ. Great leaders have something in them which inspires a whole people and makes them do great deeds. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? മഹത്തായ നേതാക്കൾ അതാണ് ഗ്രേറ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഹാവ് സംതിങ് ഇൻ ദം അല്ലേ? ആ ഒരു മഹത്തായ നേതാക്കൾക്ക് എന്തോ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേകതയുണ്ട് അല്ലേ? വിച്ച് ഇൻസ്പയർസ് എ ഹോൾ പീപ്പിൾ ആൻഡ് മേക്സ് ദം ടു ഡു ഡീഡ്സ്. അതായത് ഇത്തരം നേതാക്കൾ ഒരു പൂർണ്ണ ജനതയെ പ്രചോദിപ്പിച്ചിട്ട് അവരെ മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിലൊരു പ്രത്യേകത കണ്ടെത്താറുണ്ട്. In India, a great leader full of love for all who suffer and eager to help them has inspired our people to great actions and noble sacrifices. അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് ഇന്ത്യ ഗ്രേറ്റ് ലീഡർ അല്ലേ? പീഡിതരായിട്ടുള്ള എല്ലാവരോടും പരിപൂർണമായ സ്നേഹമുള്ള, ദറ്റ് ഈസ് ഹു സഫർ ആൻഡ് ഈഗർ ടു ഹെൽപ്പ് ദം, സ്നേഹമുള്ള, അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മഹാനായിട്ടുള്ളൊരു നേതാവ് ഉണ്ട് എന്നാണ്. നമ്മുടെ ജനങ്ങളെ മഹത്തായ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് ത്യാഗങ്ങൾക്കുമായിട്ട് അവർ ഈ ഒരു ലീഡർ പ്രചോദിപ്പിച്ചിരിക്കുന്നുണ്ടെന്ന്. He has helped to make the starving and poor and the oppressed free and happy. അല്ലേ? അത്രയ്ക്ക് വിശക്കുന്നവൻ്റെയും ദരിദ്രൻ്റെയും ആ ഒരു ഹാപ്പി ലൈഫിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. നെക്സ്റ്റ് ലൈൻ നോക്കാം. ബാപ്പുജി ഈസ് ഇൻ പ്രിസൺ. അപ്പോൾ ഇവിടെ നേരത്തെ ആരെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്? നമ്മുടെ മഹാത്മാഗാന്ധിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. ബട്ട് ദ മാജിക് ഓഫ് ഹെർസ് മെസ്സേജ് ഹാസ് സ്റ്റോളൻ ദി ഹാർട്ട്സ് ഓഫ് ഇന്ത്യാസ് മില്യൺസ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ബാപ്പുജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാന്ധിജിയാണ് വരുന്നത്. ഇൻ പ്രിസൺ അല്ലേ? ജയിലിലാണ്. ഇൻ പ്രിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിലാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മാജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളെയാണ് അല്ലേ ആ ഒരു ഇതിനെ കൊണ്ട് മാജിക്കായിട്ട് പറയുന്നത്. ഹിസ് മെസ്സേജ് ഹാസ് സ്റ്റോളൻ ഓൺ ദി ഹാർട്ട്സ് ഓഫ് ഇന്ത്യാസ് മില്യൺ. ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സുകൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സന്ദേശത്താൽ കീഴടക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. Men and women and even little children come out of their little shells and become India's soldiers of freedom. അപ്പോൾ എന്താണ്? പുരുഷന്മാരും സ്ത്രീകളും കൂടാതെ ചെറിയ കുട്ടികൾ വരെ അവരുടെ ചെറിയ ലോകങ്ങളിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇന്ത്യയുടെ
സ്വാതന്ത്ര്യ സേനാനികളായിട്ട് മാറുന്നുണ്ടെന്നാണ് ഈ ഒരു ലൈനിൽ പറയുന്നത്. ഓക്കെ, ലിറ്റിൽ ഷെൽസ് ആൻഡ് ബിക്കം ഇന്ത്യാസ് സോൾജർ ഓഫ് ഫ്രീഡം. നെക്സ്റ്റ് നോക്കാം. ഇൻ ഇന്ത്യ ടുഡേ വി ആർ മേക്കിംഗ് ഹിസ്റ്ററി ആൻഡ് I are fortunate to see this happening before our eyes and to take some part ourselves in this great drama. What part shall we play in it? അപ്പോൾ ഈ ഒരു ലൈൻസിൽ എന്താ പറയുന്നത്? ഇൻ ഇന്ത്യ ടുഡേ വി ആർ മേക്കിംഗ് ഹിസ്റ്ററി, അല്ലേ? ഇന്നത്തെ ഈ ഒരു ഇന്ത്യയിൽ നാം ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ടുഡേ ആർ മേക്കിംഗ് ഹിസ്റ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And you and I are fortunate to see this happening before our eyes and to take some part ourselves in this great drama. അപ്പം ഈ ഒരു മഹത്തായ നാടകത്തിൻ്റെ ഭാഗമാകാൻ നിനക്കും എനിക്കും അവസരം ലഭിച്ചിരിക്കുന്നത് ഭാഗ്യമായിട്ട് കരുതണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫോർച്യൂനേറ്റ്, ഭാഗ്യമായിട്ട് കരുതണം എന്ന് പറയുന്നതാണ് അദ്ദേഹം മകളോടായിട്ട്. വാട്ട് പാർട്ട് ഷാൽ വി പ്ലേ ഇൻ ഇറ്റ്? അപ്പം നാം ഇതിൽ എന്ത് പങ്ക് വഹിക്കണം എന്നാണ് അദ്ദേഹം മകളോട് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മകളെ പ്രാപ്തയാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ഗ്രേറ്റ് ഹിസ്റ്ററി രചിക്കുമ്പോൾ നമ്മളും അതിൽ നല്ല രീതിയിൽ ഒരു പ്ലേ ചെയ്യണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു റോള്, നമ്മളുടെ ആ ഒരു ഹിസ്റ്ററി മേക്ക് ചെയ്യാൻ നമ്മൾ കൂടെ മുതിരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. If we are to be India's soldiers, we have to respect India's honor, and that honor is a sacred trust. ഇപ്പം എന്താ പറയുന്നത്? നാം ഇന്ത്യയുടെ സൈനികരാകേണ്ടതാണ് എങ്കിൽ we are to be India's soldiers, നമുക്ക് ഇന്ത്യയുടെ we have to respect India's honor. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ മാന്യതയെ ആദരിക്കേണ്ടതുണ്ട്, അല്ലേ? And that honor is a sacred trust. അപ്പോൾ അതൊരു വിശുദ്ധമായിട്ടുള്ള, സാക്രഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധമായിട്ടുള്ള എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. വിശുദ്ധമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ഇറ്റ് ഈസ് നോ ഈസി മാറ്റർ ടു ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് വാട്ട് ഈസ് നോട്ട്. എന്താണ് ഇതിൽ പറയുന്നത്? ഏതാണ് ശരി ഏത് തെറ്റാണെന്ന് നിർണ്ണയിക്കുന്നത് അത് അത്ര എളുപ്പമല്ല. അതാണ് ഇറ്റ് ഈസ് നോ ഈസി മാറ്റർ ടു ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട്. One little test I shall ask you to apply whenever you are in doubt. Never do anything in secret or anything that you would wish to hide. അപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത്? One little test I shall ask you. ഒരു ടെസ്റ്റ് നിനക്ക് സംശയമുണ്ടാകുമ്പോൾ നീ ചെയ്യേണ്ട ഒരു ചെറിയ പരീക്ഷണത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ടു അപ്ലൈ വൺഎവർ യു ആർ ഇൻ ഡൗട്ട്, അല്ലേ? ഒരു നിനക്ക് സംശയമുള്ളതാണെങ്കിൽ ഒരു ചെറിയ പരീക്ഷണത്തെക്കുറിച്ച് നിന്നോട് ഞാൻ പറയട്ടെ. നെവർ ഡു എനിത്തിങ് ഇൻ സീക്രട്ട് ഓർ എനിത്തിങ് ദാറ്റ് യു വുഡ് വിഷ് ടു ഹൈഡ്. അതായത് ഒരിക്കലും രഹസ്യമായിട്ടൊന്നും ചെയ്യരുത്. നെവർ ഡു എനിത്തിങ് ഇൻ സീക്രട്ട് ഓർ അല്ലെങ്കിൽ എനിത്തിങ് ദാറ്റ് യു വുഡ് വിഷ് ടു ഹൈഡ്. അതായത് ഒളിപ്പിക്കേണ്ടതായ എന്തെങ്കിലും പ്രവർത്തനം നടത്തരുത് എന്നാണ് അദ്ദേഹം മകൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം, അഡ്വൈസ് ആയിട്ട് കൊടുക്കുന്നത്, അല്ലേ? നെക്സ്റ്റ് നോക്കാം. ഫോർ ദി ഡിസയർ ടു ഹൈഡ് എനിത്തിങ് മീൻസ് ദാറ്റ് യു ആർ അഫ്രെയ്ഡ് ആൻഡ് ഫിയർ ഈസ് എ ബാഡ് തിങ് ആൻഡ് അൺവർത്തി ഓഫ് യു. അപ്പോൾ ഇവിടെ ഒരു ആത്മധൈര്യം മകൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫോർ ദ ഡിസയർ ടു ഹൈഡ് എനിത്തിങ് മീൻസ്, അപ്പം ദാറ്റ് യു ആർ അഫ്രെയ്ഡ് ഇവിടെ എന്താണ് പറയുന്നത്? ഒരു കാര്യത്തെ ഒളിപ്പിക്കണമെന്ന് നീ വിചാരിക്കുന്നതാണെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹം നിന്നിലുള്ളതാണെങ്കിൽ നീ ഭയപ്പെടുന്നു എന്നാണ്. അല്ലെങ്കിൽ അഫ്രെയ്ഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയപ്പെടുക എന്നാണ് കേട്ടോ. അപ്പോൾ ഭയപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നതെന്ന് അദ്ദേഹം മകളോടായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഫിയർ ഈസ് എ ബാഡ് തിങ് ആൻഡ് അൺവർത്തി ഓഫ് യു. ഇത് ഭയം ഒരു മോശം പ്രവണതയാണ്. അതാണ് ഫിയർ ഈസ് എ ബാഡ് തിങ് എന്ന് പറയുന്നത്. ആൻഡ് അൺവർത്തി ഓഫ് യു, അത് അനാവശ്യവുമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് വരുന്നത്? ബി ബ്രേവ് ആൻഡ് ഓൾ ദി റെസ്റ്റ് ഫോളോസ്.
ബി ബ്രേവ് ഓൾ ദ റെസ്റ്റ് ഫോളോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യമുള്ളവളാകും. ശേഷം എല്ലാം സ്വാഭാവികമായിട്ട്. റെസ്റ്റ് ഫോളോസ് എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. യു know that in our great freedom movement under Bapuji's leadership there is no room for secrecy or hiding. ഓക്കെ, അപ്പോൾ എന്താണ് അദ്ദേഹം നെക്സ്റ്റ് പറഞ്ഞു കൊടുക്കുന്ന മോളെ ധൈര്യശാലിയാക്കാൻ വേണ്ടിയിട്ട്? യു നോ ദാറ്റ്, നിനക്കറിയാം, ഇൻ ആർ ഗ്രേറ്റ് ഫ്രീഡം മൂവ്മെൻറ്റ് അല്ലേ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റ്, സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ്, അണ്ടർ ബാപ്പുജീസ് ലീഡർഷിപ്പ്, അതായത് ബാപ്പുജിയുടെ നേതൃത്വത്തിൽ നടന്ന നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യ സമരത്തിൽ ദർ ഈസ് നോ റൂം ഫോർ സീക്രസി ഓർ ഹൈഡിങ്, എന്താണ്, രഹസ്യത്തിനോ ഒളിച്ചിരിപ്പിനോ അല്ലെങ്കിൽ സ്ഥാനമില്ലെന്നത് നിനക്കറിയാവുന്ന കാര്യമല്ലേ മകളെ എന്നാണ് അദ്ദേഹം പറയുന്നത്. വി ഹാവ് നത്തിങ് ടു ഹൈഡ് അല്ലേ, നമുക്ക് ഒളിപ്പിക്കാൻ ഒന്നും തന്നെയില്ല. വി ആർ നോട്ട് അഫ്രെയ്ഡ് ഓഫ് വാട്ട് വി ഡു ഓർ വാട്ട് വി സേ. അപ്പോൾ എന്താണ് പറയുന്നത്, നമ്മൾ ചെയ്യുന്നതിലും പറയുന്നതിലും പേടിക്കാനൊന്നുമില്ല. അതാണ് വി ആർ നോട്ട് അഫ്രെയ്ഡ് ഓഫ് വാട്ട് വി ഡു ഓർ വാട്ട് വി സേ. ഓക്കെ, വി വർക്ക് ഇൻ ദി സൺ ആൻഡ് ഇൻ ദി ലൈറ്റ്. അപ്പോൾ എന്താ നെക്സ്റ്റ് പറയുന്നത്, നമ്മൾ പ്രകാശത്തിലും വെളിച്ചത്തിലും പ്രവർത്തിക്കുന്നു അല്ലേ. ആ ഒരു സണ്ണിൻ്റെ ലൈറ്റിലാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്. അത്രയ്ക്ക് നല്ല രീതിയിൽ ട്രൂത്ത് വൈസ് ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈവൻ സോ ഇൻ അവർ പ്രൈവറ്റ് ലിവ്സ് ലെറ്റ് us മേക്ക് ഫ്രണ്ട്സ് വിത്ത് ദി സൺ ആൻഡ് വർക്ക് ഇൻ ദി ലൈറ്റ് ആൻഡ് ഡു നത്തിങ് സീക്രട്ട്ലി. എന്താണ് ഇവിടെ പറയുന്നത്, അതുപോലെ തന്നെ ഈവൻ സോ ഇൻ അവർ പ്രൈവറ്റ് ലൈഫ്സ് അല്ലേ, നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും നമുക്ക് സത്യസന്ധരായി പ്രവർത്തിക്കാം. Let us make friends with the sun and work within the light and do nothing secretly. രഹസ്യമായിട്ടൊന്നും ചെയ്യാതെ തന്നെ വെളിച്ചത്തിലും സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിൽ മുന്നേറാമെന്നാണ് അദ്ദേഹം മകളോടായിട്ട് പറയുന്നത്. ഇതാണ് ആ ഒരു ലൈന് വരുന്നത്. And if you do so, my dear, you will grow up a child of the light, unafraid and serene and unruffled whatever may happen. എന്താണ് അദ്ദേഹം ലാസ്റ്റ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അങ്ങനെ ചെയ്താൽ, ആൻഡ് ഇഫ് യു ഡൂ സോ മൈ ഡിയർ എൻ്റെ കുഞ്ഞ്, യു വിൽ ഗ്രോ അപ്പ് എ ചൈൽഡ് ഓഫ് ദി ലൈറ്റ്. എന്താണ്, നീ വെളിച്ചത്തിൻ്റെ ഒരു മകളായിട്ട് വളരും അല്ലേ. വെളിച്ചത്തിൻ്റെ മകളായിട്ട് വളരും എന്ന് പറയാൻ കാരണം ഇവിടെ എന്താണ്, അതായത് ധൈര്യശാലിയായിട്ട് ഒന്നിനും ഭയക്കാത്ത അത്രയ്ക്കും ട്രൂത്ത് ആയിട്ടുള്ള ഒരാളായിരിക്കും നീ. എല്ലാവർക്കും വെളിച്ചം പകരുന്ന ഒരു ലീഡറായിട്ട് നീ മാറുമെന്നാണ് പറയുന്നത്. അൺഅഫ്രെയ്ഡ് ആൻഡ് സെറീൻ ആൻഡ് അൺറഫിൾഡ്, എന്താ, ഭയപ്പെടാതെ സമാധാനത്തോടെ, ആൻഡ് അൺറഫിൾഡ് എന്ന് വെച്ചാൽ ആത്മവിശ്വാസത്തോടെ, വോട്ട് എവർ മേ ഹാപ്പൻ, എന്ത് സംഭവിച്ചാലും തളർന്നു പോകാതെ നീ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കും, അല്ലെങ്കിൽ ഒരു വെളിച്ചത്തിൻ്റെ പ്രതീതിയായിട്ട് നിൽക്കുമെന്നാണ് പറയുന്നത്. I have written a very long letter to you. അപ്പോൾ അദ്ദേഹം ലാസ്റ്റ് ഈ ഒരു കത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് വരുന്നത്. I have written a very long letter to you. അതായത് ഞാൻ നിന്നോടൊരു വളരെ ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദൈർഘ്യമേറിയ ഒരു കത്താണ് നിനക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ആൻഡ് യെറ്റ് ദർ ഈസ് സോ മച്ച് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു. അപ്പോൾ അവിടെ എന്താ പറയുന്നത്, എന്നിരുന്നാലും, ആൻഡ് യെറ്റ് ദർ ഈസ് സോ മച്ച് അല്ലേ, ഞാൻ ഇനിയും വളരെ കാര്യങ്ങൾ നിന്നോട് പറയാൻ ബാക്കിയുണ്ടെന്നാണ്. യെറ്റ് ദർ ഈസ് സോ മച്ച് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു. ഹൗ ക്യാൻ എ ലെറ്റർ കണ്ടെയ്ൻ ഇറ്റ് അല്ലേ, ഒരു കത്തിൽ ഇത്രയൊക്കെ ഉൾക്കൊള്ളാനാകുമോ എന്ന് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് പറയാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു കത്ത് എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ പറയുന്ന അത്ര രീതിയിലേക്ക് അതിനെ വലിച്ചു നീട്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെ ആ ഒരു റെസ്ട്രിക്ഷൻ അദ്ദേഹം അനുഭവപ്പെടുന്നുണ്ട്. ആൻഡ് ഗുഡ് ബൈ ലിറ്റിൽ വൺ ആൻഡ് മേ യു ഗ്രോ അപ്പ് ഇൻ ടു എ ബ്രേവ് സോൾജർ ഇൻ ദി ഇന്ത്യ സർവീസ്. എന്താ ലാസ്റ്റായിട്ട് അദ്ദേഹം കത്തിനെ അവസാനിപ്പിക്കുന്നത്, ഗുഡ് ബൈ ലിറ്റിൽ വൺ അല്ലേ, ഗുഡ് ബൈ ലിറ്റിൽ വൺ എൻ്റെ കുഞ്ഞെ, ആൻഡ് മേ യു ഗ്രോ അപ്പ് ഇൻ ടു എ ബ്രേവ് സോൾജർ ഇൻ ദി ഇന്ത്യാസ് വേൾഡ്. അപ്പോൾ നീ ഇന്ത്യയുടെ സേവനത്തിൽ ധീരയായിട്ടൊരു സൈനികയായിട്ട് തന്നെ വളരട്ടെ.
എന്താണ് ധീരയായിട്ടുള്ള ഒരു വനിതയായിട്ട് വളരട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ് ആ ഒരു പിതാവ് ചെയ്യുന്നത്. വിത്ത് ഓൾ മൈ ലവ് ആൻഡ് ഗുഡ് വിഷസ് ആണ്, എൻ്റെ സമ്പൂർണ്ണ സ്നേഹവും മനസ്സ് നിറഞ്ഞ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് കൺക്ലൂഡ് ചെയ്യുകയാണ് ഒരു ലെറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിക്ക് എഴുതി അയച്ച കത്തിൽ നിന്നുള്ള കുറച്ച് വാചകങ്ങൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അദ്ദേഹം സ്വന്തം ജീവിതാനുഭവങ്ങളുടെ വെളിച്ചവും മൂല്യങ്ങളും മകൾക്ക് ഈ ഒരു കത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്, അല്ലെങ്കിൽ പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കത്തിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആ ഒരു അച്ഛൻ്റെ സ്നേഹവും പിന്നെ ആണെങ്കിൽ മോളെ ഒരു നേതാവാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു പ്രചോദനം കൂടി ഉൾക്കൊണ്ട ഒരു കത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ കുറച്ച് വേർഡ്സും അതിൻ്റെ മീനിങ്സും കൊടുത്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇൻ വിച്ച് ജയിൽ വാസ് PT എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. നെഹ്റു ഇംപ്രിസൺഡ് ബൈ ദ ബ്രിട്ടീഷ്. എന്താണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ഡിറ്റ് നെഹ്റുവിനെ ബ്രിട്ടീഷുകാരാൽ ഏത് ജയിലിലാണ് തടവിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്? എവിടെയായിരുന്നു? ഈ ഒരു കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നൈനി ജയിലിലായിരുന്നു അല്ലേ. നൈനി എന്നാണ് ആ ഒരു ജയിലിൻ്റെ പേര് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ വാസ് പണ്ഡിറ്റ് നെഹ്റു നോട്ട് ഏബിൾ ടു സെൻഡ് എ ഗിഫ്റ്റ് ടു ഹിസ് ഡോട്ടർ ഓൺ ഹെർ ബർത്ത്ഡേ? അപ്പോൾ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? പണ്ഡിറ്റ് നെഹ്റുവിന് തൻ്റെ മകളുടെ പിറന്നാളിന് ഗിഫ്റ്റ് സമ്മാനങ്ങൾ കൊടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് ഹി വാസ് ഇംപ്രിസൺഡ് ബൈ ദി ബ്രിട്ടീഷ് ഇൻ നൈനി പ്രിസൺ. അപ്പോൾ മുകളിലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് തന്നെ ഇവിടെ താഴെയുള്ള ആൻസറായിട്ട് എഴുതി കൊടുക്കാം നമുക്ക് അല്ലേ. അപ്പോൾ ഏത് പ്രിസൺ ആണെന്നും കൂടെ കൂട്ടിച്ചേർത്താൽ മതി. നൈനി പ്രിസണിൽ ആയതുകൊണ്ടാണ് അവിടെ ആ ഒരു അച്ഛന് മകൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ കഴിയാതിരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഡിഡ് പണ്ഡിറ്റ് നെഹ്റു നോട്ട് ലൈക്ക് ടു ഡു? പണ്ഡിറ്റ് നെഹ്റുവിനെ എന്ത് ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്തായിരുന്നു? ഹീ ഡിഡ് നോട്ട് ലൈക്ക് ടു സെർമണൈസ് ആൻഡ് ഗിവ് അഡ്വൈസ്. ഇത് ഫസ്റ്റ് നമ്മുടെ പാരഗ്രാഫിൽ സെക്ഷനിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസംഗിക്കുകയും ഉപദേശങ്ങൾ നൽകുകയാണ്. അതാണ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ടു സെർമണൈസ് ആൻഡ് ഗിവ് അഡ്വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ വൈ ഡിഡ് പണ്ഡിറ്റ് നെഹ്റു ഡിസ്ലൈക്ക് ലെക്ചറിങ്? എന്തുകൊണ്ടാണ് പണ്ഡിറ്റ് നെഹ്റു ലെക്ചറിങ്, അതായത് പ്രസംഗിക്കൽ എന്തുകൊണ്ട് ഇഷ്ടമല്ലായിരുന്നതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്തുകൊണ്ടായിരുന്നു? അത് ഇൻഡിവിജ്വൽ റെസ്പോൺസ് എന്ത് വേണമെങ്കിലും എഴുതാം. ഒന്നെങ്കിൽ പീപ്പിൾ ബോർഡാവും, ബോറടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ രീതിയിൽ ഏകപക്ഷീയമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് കൺവേ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് വൺ സൈഡഡ് അഫെയർ ദാറ്റ് ലാക്സ് ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ആൻഡ് ഡിസ്കസ് അല്ലേ. അപ്പോൾ അതങ്ങനെ എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് ആൻസേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കേണ്ടതുണ്ട്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വാട്ട് സജഷൻ ഡിഡ് ഹി ഗിവ് ടു ഇന്ദിര ഇൻ ഹിസ് ലെറ്റർ ടു ഹെർ? എന്താണ് അദ്ദേഹം തൻ്റെ മകൾ ഇന്ദിരയ്ക്ക് അയച്ച കത്തിൽ എന്ത് നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങളായിരുന്നു മകൾക്ക് അയച്ച ആ ഒരു കത്തിൽ ഉണ്ടായിരുന്നത്? ഓക്കെ അല്ലേ, നല്ല രീതിയിൽ ധീരയായിട്ടുള്ള വനിതയാവണം എന്നായിരുന്നു അല്ലേ അതിലുണ്ടായിരുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് 2 factors മേക്ക് ഓർഡിനറി മെൻ ഹീറോസ്? ഓർഡിനറി അതായത് സാധാരണക്കാരായ ആളുകളെ വീരന്മാരാക്കുന്ന 2 ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പറയുന്നത്. അപ്പോൾ ഒന്ന് എന്താണ്? ഫുൾ ഫെയ്ത്ത് ഇൻ എ ഗ്രേറ്റ് കോസ്, അതാണ് ഫസ്റ്റ് ആൻസർ വരുന്നത്. പിന്നെ ആണെങ്കിൽ നമ്മുടെ രാജ്യത്തിനോടുള്ള ലവ് ആൻഡ് റെസ്പെക്റ്റ്. അപ്പോൾ അങ്ങനെയാണ് അവരെ ഹീറോസ് ആക്കി മാറ്റുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഹു അക്കോർഡിംഗ് ടു നെഹ്റു ഹാസ് ഇൻസ്പയർഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ടു ഫൈറ്റ് ഫോർ ഫ്രീഡം? എന്താണ് നെഹ്റുവിൻ്റെ അഭിപ്രായത്തിൽ സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ കോടിക്കണക്കിന് ജനങ്ങളെ പ്രചോദിപ്പിച്ചത് ആരാണ് ആണ് ചോദിക്കുന്നത്. ഹു അക്കോർഡിംഗ് ടു നെഹ്റു ഹാസ് ഇൻസ്പയർഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ടു ഫൈറ്റ് ഫോർ ഫ്രീഡം? ആരായിരുന്നു അല്ലേ? അത് ഗാന്ധിജി ആയിരുന്നു അല്ലേ. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ബാപ്പുജിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഡസ് ദി ഫ്രേസ് ഗ്രേറ്റ് ഡാമ
ഡ്രാമ റെഫേഴ്സ് ടു, അതായത് മഹാനാടകം അല്ലെങ്കിൽ ഗ്രേറ്റ് ഡ്രാമ എന്ന വാചകം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. അപ്പം എന്തിനെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? അതായത് എല്ലാവരും നമ്മുടെ നാഷനിലുള്ള രാജ്യത്തുള്ള സ്ത്രീകളും പുരുഷന്മാരും ചെറിയ കുട്ടികൾ വരെ എല്ലാവരും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടാണ്. അപ്പം ആ ഒരു പോരാട്ടത്തിനെയാണ് ഗ്രേറ്റ് ഡ്രാമയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അതിൻ്റെ ആൻസേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. താങ്ക് യു.